ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അയ്യമ്പന അല്ലെങ്കിൽ വിഷപ്പച്ച, മൃതസഞ്ജീവനി എന്നൊക്കെ അറിയപ്പെടുന്ന ആയുർവേദ സസ്യമാണ്. ഇത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്ന വളരെയധികം ഫലസിദ്ധിയുള്ള ആയുർവേദ സസ്യങ്ങളിൽപ്പെട്ട ഒരു സസ്യമാണ്. ഇത് കൂടുതലായും കണ്ടുവരുന്നത് ചെമ്മണ്ണുള്ള പ്രദേശങ്ങളിലാണ്. മലബാർ ഏരിയകളിലൊക്കെ മലമുകളിൽ ഒരുപാട് കാണപ്പെടാറുണ്ട്. ഇതിൻ്റെ ചില ഉപയോഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. കാര്യമായും പൈൽസ് രോഗികളായ ആളുകൾ ഇതിൻ്റെ 3 ഇല രാവിലെ വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 14 ദിവസങ്ങൾ കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു മാറ്റം അവർക്കുണ്ടാവും. ചിലർക്കത് പരിപൂർണമായിട്ട് മാറുകയും ചെയ്യും. ചില ആളുകൾക്ക് കുറച്ച് ദിവസം കൂടി കഴിക്കേണ്ടി വരും. എന്നാലും കാര്യമായ മാറ്റം ഒരു 14 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാവും. രക്തം വരുന്ന അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 ദിവസം 7 ദിവസം കൊണ്ട് തന്നെ അതിനൊക്കെ കൃത്യമായ മാറ്റം ഉണ്ടാവും. പിന്നെ മുറിവുണക്കാൻ ഇത് അരച്ചിടുന്നത് വളരെ നല്ലതാണ്. ഇരുമ്പ് തട്ടിയുണ്ടാകുന്ന മുറിവുകൾ ഉണക്കാൻ പ്രത്യേകമായ ഒരു സിദ്ധിയുള്ള ഔഷധ സസ്യമാണ്. ഇത് ഐതിഹ്യങ്ങളിലൊക്കെ പറയപ്പെടുന്ന, രാമായണ കഥകളിലൊക്കെ പറയപ്പെടുന്ന ലക്ഷ്മണൻ്റെ മുറിവുണക്കിയ ആയുർവേദ സസ്യങ്ങളിലെ ഒന്നാണ്. ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന മരുന്നുകളുടെ കൂട്ടത്തിൽ അയ്യമ്പനയും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. വശ്യകരണി എന്നൊരു പേരുണ്ട്. അജപർണം എന്നാണ് ഇതിനെ സംസ്കൃതത്തിൽ പറയുന്നത്. പിന്നെ ലൈംഗിക രോഗങ്ങളിൽ, പുരുഷ ലൈംഗിക രോഗങ്ങളിലും ഒരു വാജീകരണ ഔഷധമായിട്ട് അയ്യമ്പന ഉപയോഗിക്കാറുണ്ട്. ഏത് ആയുർവേദ സസ്യവും രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് കൃത്യമായി വൈദ്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ആരും സ്വയം ചികിത്സിക്കാതിരിക്കുക. ഇനിയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആയുർവേദ സസ്യങ്ങളുടെ ഉപയോഗങ്ങൾ പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ രോഗങ്ങളിലും ഉപയോഗിക്കുന്ന ആയുർവേദ സസ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അറിയാവുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ചെടികളെക്കുറിച്ചും ഓരോ രോഗാവസ്ഥയെക്കുറിച്ചുമെല്ലാം പറയാം.